ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, എന്തുകൊണ്ടാണ് 5 മണ്ഡലങ്ങളിൽ NDA ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും അത് കോൺഗ്രസിന് വിജയിക്കാനുള്ള ഒരു വഴിയാണ് എന്നും അതിന് പകരമായി കുമ്മനത്തെ ജയിപ്പിച്ചു കൊടുക്കാമെന്ന് കോൺഗ്രസ് ധാരണയിലെത്തിയിട്ടുണ്ടെന്നും ഉള്ള ഗുരുതരമായ ആക്ഷേപം നിങ്ങൾ ഉന്നയിക്കുന്നത്? ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏതൊരു ചെറിയ നീക്കവും വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു പാർട്ടിയാണ് എന്ന ബോധ്യമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ വടകരയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ സ്ഥാനാർത്ഥിയായാലും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയും ഒക്കെ സമീപിച്ചിരിക്കുന്നത് പരാതിയുമായി. അതായത് ഒരു തെറ്റിദ്ധാരണയും വോട്ടർക്കുണ്ടായിക്കൂടാ, അങ്ങനെ ജനവിധിയെ അട്ടിമറിച്ചുകൂടാ. അത്ര ജാഗ്രതയുള്ള നിങ്ങൾ ഗൗരവതരമായി ത്രികോണ മത്സരം നടക്കും എന്ന് കരുതപ്പെടുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 കക്ഷികൾ സഖ്യകക്ഷികളാണ് എന്ന നിലയിലുള്ള ആക്ഷേപം ഉയർത്തുന്നത് എന്തടിസ്ഥാനത്തിൽ? ഈ 2 കക്ഷികളുടെയും രാഷ്ട്രീയ നയം നിലപാട് ഒന്നാണ്. CPMനെതിരായി ഒരു നിലപാടാണ് ഇവർക്ക് 2 കൂട്ടർക്കും ഉള്ളത്. ഞങ്ങൾ അവരുടെ നിലപാടിനെയാണ് എതിർക്കുന്നത്. ഞങ്ങൾ തോൽക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം, BJPയുടെ അഭിപ്രായം. എന്നാൽ ഞങ്ങളാണ് ഒരു ബദൽ നയം, ബദൽ നിലപാട് ഉള്ളത്. BJPയുടെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ നിലപാടിന്, സാമ്പത്തിക നിലപാടിന്, നയപരമായ മറ്റു കാര്യങ്ങളിലൊക്കെ വ്യത്യസ്ത നിലപാടുള്ളത് CPMഉം ഇടതുപക്ഷ മുന്നണിയുമാണ്. ആ CPM ഇടതുപക്ഷ മുന്നണിയെ തോൽപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ അവർക്കൊരു പൊരുത്തം വരും. അത് നേരത്തെ ഉള്ളതാണ്, ഇപ്പോഴും ഉള്ളതാണ്, ഇനിയും അത് തന്നെ ആയിരിക്കും അവരുടെ നിലപാട്. അതുകൊണ്ടാണ് അവർ തമ്മിൽ യോജിപ്പ് വരുന്നത്. അതിന് അവരെന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. കോലീബി സഖ്യം, RMPയുമായിട്ടുള്ള സഖ്യം, ഇതെല്ലാം ഉണ്ടാക്കും. അവരുടെ പൊതു ശത്രു ഇടതുപക്ഷ മുന്നണിയാണ്. ഇടതുപക്ഷ മുന്നണിയെ തോൽപ്പിക്കാനുള്ള, അതുകൊണ്ടാണ് ഞങ്ങളതിനെ ഷാർപ്പായി ജനങ്ങളെ ബോധ്യപ്പെടുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തികൾ തമ്മിലുള്ളൊരു മത്സരമായി ഞങ്ങളിതിനെ കാണുന്നില്ല. ആരെങ്കിലും ഒരാൾ BJPയുടെ ഒരു ശ്രേഷ്ഠൻ വന്നു, കോൺഗ്രസിന് ഒരു ശ്രേഷ്ഠൻ വന്നു, അതുകൊണ്ട് എന്തോ സംഭവിക്കും എന്നുള്ളതല്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന ജനവിഭാഗങ്ങൾ, ഇപ്പുറത്ത് അതിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരായി ഇപ്പുറത്ത് LDF നിർത്തുന്ന സ്ഥാനാർത്ഥി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ നിലപാട്, LDF നിർത്തുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിമാഹാത്മ്യമല്ല ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ഇടതുപക്ഷങ്ങളുടെ നയവും നടപടികളും അതിൻ്റെ സംഘടനാപരമായ കാര്യങ്ങളുമാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ആ നില പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ധനികവർഗ താല്പര്യം, ഭൂപ്രഭുവർക്ക് താല്പര്യം, വർഗീയ ശക്തിയുടെ താല്പര്യം, അഴിമതി നടത്താനുള്ള താല്പര്യം, ഇതാണ് അവർ മുഖമുദ്രയായിട്ട് ഉയർത്തിക്കാട്ടുകയും അവർ അനുവർത്തിച്ചു വരുന്നത്. തെരഞ്ഞെടുപ്പ് നന്നായി ചൂടുപിടിക്കുന്ന ഘട്ടം വരുമ്പോൾ ഉമ്മൻചാണ്ടി നിങ്ങളെ മുൻപും കുഴപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മത്സരം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മത്സരം UDFഉം BJPയും തമ്മിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമാനമായൊരു പരാമർശം അദ്ദേഹം കഴിഞ്ഞ ദിവസം തരൂരിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടും പറഞ്ഞു. തൊട്ട് പിന്നാലെയാണ് നിങ്ങളുടെ പരിഭ്രമത്തോടെയുള്ള ഈ എതിർവാദഗതി വന്നിരിക്കുന്നത്. കോടിയേരി തന്നെ ഇറങ്ങിപ്പുറപ്പെട്ട് അത് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ ഉമ്മൻചാണ്ടി പറഞ്ഞത് കേരളത്തിലെ മത്സരം UDFഉം BJPയും തമ്മിലാണ്. മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്ന ദുഷ്ടലാക്ക് മാത്രമാണ് ഈ കാര്യത്തിൽ CPMനുള്ളത്. അതുകൊണ്ട് സമ്മതിദാനാവകാശം ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ് കാക്ഷിക്കുന്ന എല്ലാവരും ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണം. തിരുവനന്തപുരത്താണ് ആ ഘോഷണമുണ്ടായത്. അതിൻ്റെ അലയൊലിയാണോ ശ്രീ ആനത്തലവട്ടം താങ്കൾ കൂടി പങ്കെടുക്കുന്ന ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് തലപുകച്ച് ഇത്തരമൊരു കഥ മെനഞ്ഞുകൊണ്ടുവന്നിരിക്കുന്നത്? അല്ലല്ലോ, ഉമ്മൻചാണ്ടി പറയുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഈ BJP എന്ന് പറയുന്നത് കടലാസ് പുലിയാണ്. കേരളത്തിൽ BJP ഒരു സീറ്റിലും ജയിക്കാൻ പോണില്ല. ഇവിടെ UDFഉം LDFഉം തമ്മിലാണ് മത്സരം. ഇപ്പൊ ഉമ്മൻചാണ്ടി ഞങ്ങൾ പറഞ്ഞതിനെ ആവർത്തിച്ചു എന്നുള്ളത് ഏറ്റവും ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് സാർ? നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് BJPയുടെ B ടീമാണ്. ഈ കോൺഗ്രസിലെ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല, എല്ലാവരും BJPക്കാരായി പോവുകയാണ്. കോൺഗ്രസിൽ ആർക്കും ഇനി ഭാവി സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ ആരാണ് ദുർബലനെന്നും ആരാണ് ബലം വെച്ച് വരുന്നതെന്നും വ്യക്തമാക്കി കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങളോട് കഴിഞ്ഞ കുറച്ച് നാളുകളായി. ഇപ്പോൾ നിങ്ങൾ വീണ്ടും പറയുകയാണ് അങ്ങനെയല്ല, BJP കടലാസ് പുലിയാണ്, കോൺഗ്രസിനാണ് ശക്തി, കോൺഗ്രസ്സാണ് ഞങ്ങളുമായി ഏറ്റുമുട്ടുന്നത്, പക്ഷേ കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ BJPയും കൂടെ ചേർന്നുള്ള ഒത്തുകളി വേണം. ശരി, ആനത്തലവട്ടം നാം ആഗ്രഹിക്കുന്ന അതേ രൂപത്തിൽ സമവാക്യങ്ങൾ ഇങ്ങനെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കാം ഒരു പാർട്ടിക്ക്. പക്ഷെ സാമാന്യ ബോധമുള്ളവരെ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്കുള്ള കൽപ്പിത കഥകളായി അത് അതപ്പതിക്കരുത്. വേണുവിനെങ്ങനെ ഈ തെറ്റിദ്ധാരണ വരുന്നത്?
ഈ BJP എപ്പോഴെങ്കിലും കേരളത്തിൽ ശക്തമാണെന്ന് ഏതെങ്കിലും മാർക്സിസ്റ്റുകാരൻ പറഞ്ഞിട്ടുണ്ടോ? ഒരേ ആളുകൾ BJP എന്തോ വലിയ കടലാസ് പുലിയായിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുകയല്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ രാഷ്ട്രീയം അറിയുന്ന ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാം. BJP കേരളത്തിൽ കോൺഗ്രസ് BJPയുടെ ബി ടീമാണ്. അതിനേക്കാൾ ശക്തമായി നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളത് കോൺഗ്രസിനെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നിവൃത്തിയില്ല കോൺഗ്രസ് എത്തി നിൽക്കുന്ന പതനം ആലോചിക്കുമ്പോഴെന്ന്. സാർ, ആരെങ്കിലും ഒന്ന് നിബന്ധിച്ചാൽ അതിൽ ചവിട്ടി മറ്റൊരാൾ കയറി വരണമല്ലോ. ആ കൂട്ടരെ ഇപ്പോൾ നിങ്ങൾ കടലാസ് പുലിയെന്ന് വിളിക്കുന്നു. നേരത്തെ കോൺഗ്രസിനെ അതിൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആ ഘട്ടത്തിൽ അങ്ങേയറ്റം ദുർബലമായിരിക്കുന്നു, ഏത് നിമിഷവും അന്ത്യശ്വാസം വലിക്കാം എന്ന ചിത്രീകരണം നടത്തുന്നു. ഇത് രണ്ടും നിങ്ങളുടെ വൈത്താരികളാണ്. ഇതിൽ ഏതെടുക്കണം ഏതെടുക്കണ്ട എന്ന് തരാതരം നിശ്ചയിക്കാനുള്ള അവസരം ഓരോരോ ഘട്ടത്തിലെ പ്രസ്താവനകളിലൂടെ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകപക്ഷീയമായി ഏറ്റെടുക്കേണ്ട ഒരു വിഭാഗമല്ല കേരളത്തിലെ വോട്ടർമാർ. ഞങ്ങൾ കേരളത്തിലെ വോട്ടർമാരെ കൺഫ്യൂസ് ചെയ്യിച്ചിട്ടില്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള നിലപാട് ദേശീയ തലത്തിലായാലും ശരി, കേരളത്തിലായാലും ശരി, അവർ കോൺഗ്രസ്സായി തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അവസരവാദ രാഷ്ട്രീയമാണ്. ഇവിടെ നിന്നാൽ രക്ഷയില്ലെങ്കിൽ അപ്പുറത്ത് BJPയിലേക്ക് ചാടുന്നു. ദിനംപ്രതി അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് ഞങ്ങൾ ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് ജയിക്കാൻ പോണില്ല, കോൺഗ്രസ് പോയിട്ട് ഗുണവും ഉണ്ടാവില്ല. ഇവിടെ കോൺഗ്രസിനെ മനസ്സിലാക്കുന്ന ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല, ഇവരവിടെ തന്നെ നിൽക്കില്ല. ഇവർ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ ഇവിടെ നിന്ന് ജയിച്ചു പോകണ്ടേ? ഇവരുടെ ഈ നിലപാട്, അവസരവാദപരമായ നിലപാട് കേരളത്തിൽ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഒരു കേരളത്തിൽ, ഇന്ത്യ മഹാരാജ്യത്ത് BJP താഴെ ഇറക്കി ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ അതിന് കേരളത്തിലെ ഇടതുപക്ഷത്തിന് കൂടി നല്ല നിർണായകമായ പങ്കുണ്ടാവണം. ആ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പങ്കുണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് എവിടെ നിന്നാണ് ജയിച്ചു പോയി ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയാതെ ഇവർ പറയുന്നതല്ലാതെ കേരളത്തിൽ BJPയുടെ ബി ടീം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് നിലനിന്ന് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന്? കോൺഗ്രസ് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന അതൊരു BJP വിരുദ്ധ പ്രസ്ഥാനമായതുകൊണ്ടാണ്, അതൊരു BJP ബദൽ ആയതുകൊണ്ടാണ്. അതെന്താണ് അംഗീകരിക്കാൻ അല്ല, അവർ BJP വിരുദ്ധ പ്രസ്ഥാനമല്ല. എങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ 282 സീറ്റ് ഇപ്പം ജയിച്ചാണല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. അതിൽ 100 MP-മാർ കോൺഗ്രസിന്റെ മുൻ MP-മാരോ മുൻ മന്ത്രിമാരോ ഗവർണർമാരോ മുഖ്യമന്ത്രിമാരോ ആണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിനുശേഷം തന്നെ ഇപ്പോൾ പറയുന്നു കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് എന്ന്. സർ, മതേതര പാർട്ടി എന്നത് തന്നെയാണ് അതിനെ BJP വിരുദ്ധ പ്രസക്തി നൽകുന്നത്. നമുക്ക് തമ്മിലുള്ള ഒരു ഗുസ്തിയായിട്ടൊന്നും മാറേണ്ട. ഞാൻ അങ്ങിലേക്ക് വരാം സാർ.